മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ മാച്ച്. ഫസ്റ്റ് ലെഗ് മാച്ചുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ലെഗ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ എക്സ്പെക്ടേഷൻസോട് കൂടി എല്ലാവരും കണ്ടൊരു മത്സരമായിരിക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ മാച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് ലെഗിൽ 3-0 എന്നുള്ള സ്കോറിനാണ് ആഴ്സണലിനോട് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടുള്ളത്. സോ സെക്കൻഡ് ലെഗ് നടക്കാനുള്ളതോ സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ച്. സാന്റിയാഗോ ബെർണാബ്യൂ എന്ന് പറഞ്ഞാൽ ലെജൻഡറി കംബാക്കുകളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. സോ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും ഈ ഒരു മാച്ച് കണ്ടത്. ബട്ട് 2-1 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു. 5-1 എന്നുള്ളൊരു വലിയൊരു അഗ്രിഗേറ്റ് സ്കോറിന് റയൽ മാഡ്രിഡ് നാണം കെട്ടി യൂഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബട്ട് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായി എന്ന് വിചാരിച്ച് അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഓൾറെഡി അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. 2020 ശേഷം 2 ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി അവർ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അത്രയൊന്നും വേറെ ആരും ചാമ്പ്യൻസ് ആയിട്ടില്ല. ആഴ്സണലൊന്നും ഇതുവരെ അവർ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ആയിട്ടില്ല. ബട്ട് ഈ ഒരു സീസണിൽ അവർ വൺ ഓഫ് ദ ബിഗ് ഫേവറേറ്റ് ആണ് ആഴ്സണൽ എന്ന് പറയുന്നത്. ഈ ഒരു മാച്ചിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ താങ്ക് യു സോ മച്ച്.